ബ്രിട്ടനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ഹോളി ഐലൻഡ് എന്നറിയപ്പെടുന്ന കാൽഡി ഐലൻഡ്. ഇത് ജനസംഖ്യയിൽ പോപ്പുലേഷൻ വളരെ കുറവുള്ള ഒരു ചെറിയൊരു ഐലൻഡാണ്. ഇത് പെംബ്രോക്ഷയറിൻ്റെ തീരത്തുള്ള കാൽഡി ദ്വീപ്. ആയിരക്കണക്കിന് വർഷത്തിന് പഴക്കമുള്ള ഈ ശാന്തവും ചരിത്ര പ്രാധാന്യമുള്ളൊരു ചെറിയൊരു ദ്വീപാണ്. ഇവിടെ പ്രാചീന മനുഷ്യർ താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ 6-ാം നൂറ്റാണ്ടിലൊരു ക്രിസ്ത്യൻ സന്യാസി കേന്ദ്രമായിട്ട് ഇത് മാറി. ഇതിന് പിന്നീട് നോർമൻ സന്യാസിമാർ ഒരു മഠം 12th സെഞ്ച്വറിയിൽ സ്ഥാപിച്ച് അതിനുശേഷം 1929 മുതൽ സിസ്റ്റർഷ്യൻ സന്യാസിമാർ ഇവിടെ താമസിച്ച് അവർ പ്രാർത്ഥനയും കൃഷിയും അവരുടെ പ്രധാന അത് ചോക്ലേറ്റും പെർഫ്യൂമും ഒക്കെ നിർമ്മിച്ച് അവർ ഇങ്ങനെ വളരെ ശാന്തമായിട്ട് അവർ ജീവിച്ചു പോരുവാണ്. 15th സെഞ്ച്വറിയിൽ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് 1929 ഈ സിസ്റ്റർഷ്യൻ സന്യാസിമാർ ഇവിടെ താമസിച്ച് വരുന്നതായിട്ട് പറയുന്നത്. അതുപോലെ 960 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഐലൻഡിൽ ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റെസിഡൻസും ഇവിടുത്തെ വർക്കേഴ്സും വന്നും പോയിരിക്കുന്നവരുണ്ട്. വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് താമസിക്കുന്നവരുണ്ട്. അതുപോലെ ടൂറിസം ഉള്ള സമയത്ത്, അതായത് സമ്മർ ടൈമിൽ വളരെയധികം ആൾക്കാർ വന്നു പോയിരിക്കുന്നൊരു പ്രദേശമാണ്. വളരെ മനോഹരമാണ്. ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. നല്ല ശാന്തവും സമാധാനപരമായൊരു സ്ഥലം എന്ന് പറയുന്നത്. ടെൻബി ഹാർബറിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് അങ്ങോട്ടും 20 മിനിറ്റ്സ് ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഷോപ്പുകളുണ്ട്, കഫേയുണ്ട്. വലിയ രീതിയിലല്ല, സാധാരണ അവിടുത്തേതനുസരിച്ച് പെർഫ്യൂമും ചോക്ലേറ്റൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നടന്ന് കാണാനായിട്ടുള്ള സ്പേസ് ഉണ്ട്, ഇരിക്കാനും നല്ല കൂളിംഗ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ കാണാനും ഒക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടെന്ന് പറയാം. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ലൊരു സ്ഥലം കാണാൻ പറ്റി നല്ലൊരു സ്ഥലമാണ്.